Hello guys, welcome back to channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റീൽ ആൻഡ് സ്ട്രക്ചേഴ്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഓൾറെഡി നമ്മൾ കുറേ സബ്ജക്ട്സിന്റെ നോക്കിയായിരുന്നു. ഇന്ന് നമുക്ക് സ്റ്റീൽ ആൻഡ് സ്ട്രക്ചറിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ സ്റ്റീൽ കൺസ്ട്രക്ഷൻ വെയർ സെക്കൻഡറി ഇഫക്ട്സ് ആർ കൺസിഡേർഡ് with wind or earthquake load, the permissible stresses on the members or connection as specified may be exceeded by 25% ആണോ 33% ആണോ 33.33% ആണോ 40% ആണോ? ഓക്കെ, സോ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് സ്റ്റീൽ കൺസ്ട്രക്ഷൻ ഫോർ സെക്കൻഡറി വേർ ദ സെക്കൻഡറി ഇഫക്ട്സ് കൺസിഡർ ചെയ്തേക്കുവാണ്. വിൻഡ് ആൻഡ് എർത്ത് ലോഡ് കൺസിഡർ ചെയ്തേക്കുവാണ്. അപ്പോൾ പെർമിസിബിൾ സ്ട്രെസ് ഇൻ മെമ്പർ എത്രയാണ് ഓൺ കണക്ഷൻസ്? ഓക്കെ, മെമ്പേഴ്സ് അല്ലെങ്കിൽ കണക്ഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ മെമ്പേഴ്സിൽ പെർമിസിബിൾ സ്ട്രെസ്സസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് കണക്ഷൻസ് അല്ലെങ്കിൽ റിവേർട്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ആണെങ്കിൽ 25% ആണ്. ഇൻ കേസ് ഇവിടെ സ്ട്രക്ചേഴ്സ് ആണ് മെൻഷൻ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് 33% ആണ്. ഓക്കെ, സോ ഈ കേസിലെ ആൻസർ എന്ന് പറയുന്നത് 25% ആയിരിക്കും. Okay, next question. A plate used for connecting two or more structural member intersecting each other is called templates ആണോ, ബേസ് പ്ലേറ്റ് ആണോ, ഗസറ്റ് പ്ലേറ്റ് ആണോ, ആങ്കർ പ്ലേറ്റ് ആണോ? വളരെ ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ്. പ്ലേറ്റ്സ് കണക്ടിങ് ടു ഓർ മോർ സ്ട്രക്ചറൽ മെമ്പേഴ്സ്, അതിന് നമ്മൾ പറയുന്നതാണ് ഗസറ്റ് പ്ലേറ്റ്. ഓക്കെ, അതിന് നമ്മൾ പറയുന്നതാണ് ഗസറ്റ് പ്ലേറ്റ്. നെക്സ്റ്റ്, എ ബീം ഈസ് ഡിഫൈൻഡ് ആസ് എ സ്ട്രക്ചറൽ മെമ്പർ സബ്ജക്റ്റഡ് ടു. ബീമിനെ നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്? ആക്സിയൽ ലോഡിങ്ങിന് വേണ്ടിയാണോ ഓർ ട്രാൻസ്വേഴ്സ് ലോഡിങ്ങിന് വേണ്ടിയാണോ, ആക്സിയൽ ആൻഡ് ട്രാൻസ്വേഴ്സ് ലോഡിങ്ങിന് വേണ്ടിയാണോ ഓർ നൺ ഓഫ് ദീസ് ആണോ? ഓക്കെ, ഇത് വളരെ ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ബീം നമ്മുടെ ട്രാൻസ്വേഴ്സ് ലോഡിങ്ങിനാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസ്വേഴ്സ് ലോഡിങ്. നെക്സ്റ്റ്, the method of design of steel framework for the greatest rigidity and economy in weight is known as simple design ആണോ, സെമി റിജിഡ് ഡിസൈൻ ആണോ, ഫുള്ളി റിജിഡ് ഡിസൈൻ ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഓക്കെ, നമ്മുടെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റ് അറിയത്തില്ലെങ്കിലും ഈ ഒരു കീവേഡ് പിടിച്ചാൽ മതി. ഗ്രേറ്റസ്റ്റ് റിജിഡിറ്റി ഈ ഒരു സ്ട്രക്ചറിൽ ഏതിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് അഡോപ്റ്റ് ചെയ്യും? എന്തായാലും ഫുള്ളി റിജിഡ് ഡിസൈൻ ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുന്നത് അല്ലേ. ഈ ഗ്രേറ്റസ്റ്റ് റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിജിഡിറ്റി നമുക്ക് ഏതിലായിരിക്കും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഫുള്ളി റിജിഡ് ഡിസൈനിലായിരിക്കും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ്, ദ പെർമിസിബിൾ ബെൻഡിങ് സ്ട്രെസ് ഇൻ സ്റ്റീൽ. പെർമിസിബിൾ ബെൻഡിങ് സ്ട്രെസ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്? 1500 kg/cm² ആണോ, 1890 kg/cm² ആണോ, 1900 ആണോ, 1300 kg/cm² ആണോ? ഓക്കെ, സോ ബെൻഡിങ് സ്ട്രെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബെൻഡിങ് സ്ട്രെസ് ചോദിച്ചപ്പോൾ നമ്മൾ ഫോർമുല യൂസ് ചെയ്യണം. ഏത് ഫോർമുലയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്? 0.66 × 250 FI 165. ഓക്കെ, സോ നമ്മൾ ഫോർമുല യൂസ് ചെയ്യേണ്ടത് 0.66 FI ഈക്വൽ ടു എത്രയാണ്? 165 അല്ലേ, എന്ന് പറഞ്ഞാൽ 250 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 165. ഓക്കെ, 165 നമ്മുടെ കൺവേർഷൻ ചെയ്യുമ്പോൾ 160, ഇതിൻ്റെ ആക്ച്വലി നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ 9.8 ചെയ്യണം. ഓക്കെ, നമ്മൾ ഡിവൈഡ് ബൈ 9.8 ചെയ്യുമ്പോൾ 1680 സംതിങ് റേഞ്ചിൽ വരും ആൻസർ. ഓക്കെ, സോ നമ്മൾ 1080 വരും. അപ്പോൾ ഏകദേശം 1700 ആയിട്ട് വരും അല്ലേ. 1700 ഏതിൻ്റെ ക്ലോസ് ആണ് നമുക്ക് ആൻസർ ചെയ്യാം? ബി ആണ്. ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ബെൻഡിങ് സ്ട്രെസ് ചോദിക്കുമ്പോൾ നമ്മുടെ ഫോർമുല വേറെയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കാം. സ്റ്റാൻഡേർഡ് ലോഡ്സ് ആർ ഗിവൺ ഇൻ IS 885, IS 1375, 675, IS 875. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? സ്റ്റാൻഡേർഡ് ലോഡ് അല്ലെങ്കിൽ ലോഡ് എന്ന് പറയുമ്പോൾ ലൈവ് ലോഡ്, ഡെഡ് ലോഡ്, വിൻഡ് ലോഡ് അതൊക്കെ വരത്തില്ല. അതൊക്കെ സ്റ്റാൻഡേർഡ് ലോഡിലാണ് വരുന്നത്. അത് നമ്മുടെ ഏത് കോഡാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? IS 875. ഓക്കെ, പ്ലസ് നമ്മുടെ ഡിസൈനാണെങ്കിലോ, നമ്മൾ 800 ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇൻ കേസ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീൽ ആണെങ്കിൽ നമ്മുടെ 808 ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്രോപ്പർട്ടീസിന് വേണ്ടി 808, അതേപോലെ ഡിസൈൻ ഓഫ് സ്റ്റീൽസ് ആണെങ്കിൽ 800, ലോഡ് ആണെങ്കിൽ നമ്മുടെ 875. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിനിമം തിക്നെസ് ഓഫ് മെയിൻ സ്റ്റീൽ മെമ്പേഴ്സ് നോട്ട് എക്സ്പോസ് ടു വെതർ. എക്സ്പോസ് ചെയ്തിട്ടില്ല, വെതറിന് എക്സ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മിനിമം തിക്നെസ് ഓഫ് മെയിൻ സ്റ്റീൽ മെമ്പർ എത്രയാണ് കൊടുക്കേണ്ടത്? 4.5 mm ആണോ, 6 mm ആണോ, 8 mm ആണോ, 8.5 mm ആണോ? ഓക്കെ,
സോ മിനിമം തിക്നെസ് ഓഫ് മെയിൻ സ്റ്റീൽ നമ്മൾ എക്സ്പോസ് ചെയ്തിട്ടില്ല, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എക്സ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് 6 mm ആണ്. ഓക്കെ, ഇൻ കേസ് എക്സ്പോസ്ഡ് ആണെങ്കിൽ നമുക്കറിയാം നമുക്ക് കൊറോഷൻ ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എത്ര കുറച്ചുകൂടെ റേസ് ചെയ്ത് കൊടുക്കും, അതായത് നമ്മൾ എക്സ്പോഷർ ആണെങ്കിൽ നമ്മൾ 8 mm കൊടുക്കും, എക്സ്പോസ്ഡ് അല്ലെങ്കിൽ നമ്മൾ 6 mm കൊടുക്കും. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ 6 mm ആണ്. ഓക്കെ, എക്സ്പോസ്ഡ് ആണെങ്കിൽ നമ്മൾ 8 mm കൊടുക്കും, എക്സ്പോസ്ഡ് അല്ലെങ്കിൽ 6 mm. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ മേളിലും ഇട്ടിട്ടുണ്ട്, പെർമിസിബിൾ സ്ട്രെസ് ആണ്. ഓക്കെ, പെർമിസിബിൾ സ്ട്രെസ് ഇൻ ആക്സിയൽ ടെൻഷൻ ഇൻ സ്റ്റീൽ ഈസ്, പെർമിസിബിൾ സ്ട്രെസ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്? FI മിനിമം ഈൽഡ് സ്ട്രെസ് ഓഫ് സ്റ്റീൽ ആണ്. ഓക്കെ, പെർമിസിബിൾ സ്ട്രെസ് ആക്സിയൽ ടെൻഷനിൽ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്? 0.56 FI ആണോ, 0.66 FI ആണോ, 0.7 FI ആണോ, 0.6 FI ആണോ? ഓക്കെ, സോ നമ്മുടെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്സിയൽ ടെൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ വരുമ്പോൾ നമ്മൾ എത്രയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? ആക്സിയൽ ടെൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ വരുമ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.6 FI ആണ്. ഓക്കെ, 0.6 FI ആണ്. അതേപോലെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബെൻഡിങ് ടെൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ ആണെങ്കിലോ, ബെൻഡിങ് ടെൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ ആണെങ്കിൽ 0.66 FI ആണ്. ഓക്കെ, 0.66 FI ആണ്. അതേപോലെ നമ്മുടെ എന്താണ് മാക്സിമം സ്ട്രെസ് ആണെങ്കിലോ, മാക്സിമം ഷിയർ സ്ട്രെസ് ആണെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് 0.45 FI ആണ്. ഓക്കെ, അത് ആവറേജ് ആണെങ്കിലോ, ആവറേജ് ഷിയർ ആണെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് 0.4 FI ആയിരിക്കും. ഓക്കെ, 0.4 FI ആയിരിക്കും. അതേപോലെ ബിയറിംഗ് ആണെങ്കിലോ, പെർമിസിബിൾ സ്ട്രെസ് ഇൻ ബിയറിംഗ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് 0.75 FI ആയിരിക്കും. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആക്സിയൽ ടെൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ ആണെങ്കിൽ 0.66 ആയിരിക്കും. അതേപോലെ ബെൻഡിങ് ഫോർ ടെൻഷൻ ആൻഡ് കംപ്രഷൻ, ബെൻഡിങ് ആണ് കൺസിഡർ ചെയ്യുന്നത് ടെൻഷൻ ആൻഡ് കംപ്രഷനിലാണെങ്കിൽ 0.66 FI. അതേപോലെ ഷിയർ സ്ട്രെസ്, മാക്സിമം ഷിയർ സ്ട്രെസ് ആണെങ്കിൽ 0.45, ആവറേജ് ആണെങ്കിൽ 0.4, അതേപോലെ ബിയറിംഗ് ആണെങ്കിൽ 0.75. ഓക്കെ, എക്സാംസിൽ ഇതൊക്കെ വേറെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമ്മുടെ ഇതിൻ്റെ ആൻസർ ഏതാണ്? നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പെർമിസിബിൾ സ്ട്രെസ് ഇൻ ആക്സിയൽ ടെൻഷൻ. ആക്സിയൽ ടെൻഷൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.6 FI. ഓക്കെ, സോ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ്, ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ദ റേഷ്യോ ഓഫ്, ഫാക്ടർ ഓഫ് സേഫ്റ്റി ഏതിൻ്റെ റേഷ്യോ ആണ്? ബിയറിംഗ് സ്ട്രെസ് ആൻഡ് വർക്കിംഗ് സ്ട്രെസ് ആണോ, ഈൽഡ് സ്ട്രെസ് ആൻഡ് വർക്കിംഗ് സ്ട്രെസ് ആണോ, ടെൻസൈൽ സ്ട്രെസ് ആൻഡ് വർക്കിംഗ് സ്ട്രെസ് ആണോ, കംപ്രസീവ് സ്ട്രെസ് ആൻഡ് വർക്കിംഗ് സ്ട്രെസ് ആണോ? ഓക്കെ, ഇത് വളരെ ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈൽഡ് സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ് ആണ്. ഓക്കെ, ഈൽഡ് സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ നമുക്ക് പറയാം പെർമിസിബിൾ സ്ട്രെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ലോഡ് ഫാക്ടർ അപ്ലൈഡ് ടു വിൻഡ് ആൻഡ് സിസ്മിക് ലോഡ് ഇൻ ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചർ. നമ്മൾ ഓൾറെഡി നോക്കിയതായിരുന്നു. സ്റ്റീൽ സ്ട്രക്ചർ വരുമ്പോൾ എന്താണ്? റിവെറ്റ് അല്ലെങ്കിൽ മെമ്പർ സെക്ഷൻ വരുമ്പോൾ ഏതാണ്? മെമ്പർ സെക്ഷൻ ആണെങ്കിൽ 25% ആയിരുന്നു. സ്റ്റീൽ സെക്ഷൻ വരുമ്പോൾ 33%, 33.33 ആണ്. അപ്പോൾ നമ്മൾ ഏതാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? പി ആണ്, അല്ലെങ്കിൽ 30% ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1.3 എന്ന് അഡോപ്റ്റ് ചെയ്യും. ഓക്കെ, ബാക്കിയൊന്നും ആൻസർ ആകത്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെർമിസിബിൾ സ്ട്രെസ് മേ ഓൾസോ ബി നോൺ എസ്. പെർമിസിബിൾ സ്ട്രെസ്സിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഇപ്പോൾ നമ്മൾ നോക്കിയതേ ഉള്ളൂ. അൾട്ടിമേറ്റ് സ്ട്രെസ് ആണോ, വർക്കിംഗ് സ്ട്രെസ് ആണോ, ലിമിറ്റ് സ്ട്രെസ് ആണോ, ഈൽഡ് സ്ട്രെസ് ആണോ? പെർമിസിബിൾ സ്ട്രെസ്സിനെ നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി നോക്കിയല്ലോ അല്ലേ? ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് എന്താണ്? ഈൽഡ് സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ് അല്ലേ? വർക്കിംഗ് അല്ലെങ്കിൽ പെർമിസിബിൾ അല്ലേ? അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? വർക്കിംഗ് സ്ട്രെസ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, as per IS 800, the factor of safety adopted with respect to the yield stress of steel. Yield stress of steel ne compare ചെയ്യുമ്പോൾ factor of safety എത്രയാണ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്? 1.45 ആണോ, 1.5 ആണോ, 1.67 ആണോ, അതോ 1.2 ആണോ? നമ്മൾ ജനറലി കൺസിഡർ ചെയ്യുമ്പോൾ എത്രയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ജനറലി ഇത് കോഡൽ വാല്യൂ ആണ്, 1.5 ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. 1.5 ആ ഒരു റേഞ്ചിലാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഓൺ സ്റ്റീൽ സ്ട്രെസ്സസ്. ഇത് വളരെ ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. 1.67, 1.15, 1.77. ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 1.5. അപ്പോൾ ഏതാണ് ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നത്? 1.5 ആണ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ബി ആണ് കറക്റ്റ് ഓപ്ഷൻ.
നെക്സ്റ്റ് 1 cubic meter of mild steel weigh about 1000 kg ആണോ 3625 kg ആണോ 7850 kg ആണോ 12560 ആണോ? അത് ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ 7850 kg ആണ്. ഓക്കെ. നെക്സ്റ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഓഫ് കാർബൺ ഇൻ സ്റ്റീൽ ഡിക്രീസസ്. നമ്മൾ ഇൻക്രീസ് ഇൻ കാർബൺ ആകുമ്പോൾ നമ്മുടെ സ്റ്റീൽ എന്താണ് ഡിക്രീസ് ആകുന്നതെന്ന് ചോദിച്ചിരുന്നത് ഹാർഡ്നെസ് ആണോ, ഡക്ടിലിറ്റി ആണോ, സ്ട്രെങ്ത് ആണോ, ബ്രിട്ടിൽനെസ് ആണോ? ഓക്കെ, നമ്മളതിൻ്റെ ടേബിൾ നമുക്ക് അറിഞ്ഞിരിക്കണം. പിഗ് അയൺ ഓർഡറിൽ നമ്മൾ എഴുതാം. പിഗ് അയൺ, കാസ്റ്റ് സ്റ്റീൽ, കാസ്റ്റ് അയൺ, കാസ്റ്റ് സ്റ്റീൽ അയൺ, പിന്നെ ഹൈ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ലോ കാർബൺ സ്റ്റീൽ, പിന്നെ നമ്മൾ വരുന്നത് റോട്ട് അയൺ, പിന്നെ പ്യുവർ അയൺ ഫോം. അപ്പോൾ നമ്മുടെ കാർബൺ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഇൻക്രീസ് ആകുന്നത്. ഓക്കെ, അതേപോലെ ഡക്ടിലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഡിക്രീസ് ആകുന്നത്. ഓക്കെ, സോ കാർബൺ കണ്ടൻറ്റ് ആൻഡ് ഡക്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് റിലേഷനാണ്. കാർബൺ കണ്ടൻറ്റ് കൂടുകയാണെങ്കിൽ ഡക്ടിലിറ്റി കുറയും. ഓക്കെ, പ്ലസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാർബൺ കണ്ടൻറ്റ് കൂടുമ്പോൾ നമ്മുടെ കംപ്രസീവ് സ്ട്രെങ്ത് കൂടും. കംപ്രസീവ് സ്ട്രെങ്ത് കൂടുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഡക്ടിലിറ്റി കുറയും എന്ന് നമുക്കറിയാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആക്ച്വലി പ്യൂരിറ്റിയുടെ റേഷ്യോ, പ്യൂരിറ്റിയുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് പ്യൂരിറ്റിയുടെ റേഞ്ച്. പിഗ് അയൺ ഏറ്റവും ഇംപ്യൂർ ആയിരിക്കും, അതേപോലെ കാസ്റ്റ് അയൺ ഇങ്ങനെ ഓർഡറിലാണ് പോകുന്നത്. അപ്പോൾ ഏറ്റവും പ്യുവർ എന്ന് പറയുന്നത് പ്യുവർ അയൺ ആയിരിക്കും, ഫോളോഡ് ബൈ റോട്ട് അയൺ. ഓക്കെ, റോട്ട് അയൺ എക്സാംസിൽ ചോദിക്കാറുണ്ട്. പ്യുവർ അയൺ അല്ലെങ്കിൽ ഏറ്റവും കാർബൺ കണ്ടൻറ്റ് കുറവുള്ളത് ഏതാണെന്ന് ചോദിക്കുന്നത് റോട്ട് അയൺ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്യുവർ, കമ്പാരിറ്റീവ്ലി പ്യുവർ, 4 ഓപ്ഷൻ തന്നിട്ട് ഏത് പ്യുവർ ആണെന്ന് ചോദിച്ചാൽ റോട്ട് അയൺ ആയിരിക്കും ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The common assumption that all rivets share equally a non-eccentric load is valid at a load below the working load, equal to the working load, above the working load, equal to the failure load. Okay, common assumption നമ്മൾ all rivet കേസിൽ ഏതാണ് കൺസിഡർ ചെയ്യുന്നത്? common assumption shares equally on non-eccentric loading വാലിഡ് ആകുന്നത് ഏത് കേസിലാണ്? ഈക്വൽ ടു ദ ഫെയിലിയർ ലോഡ്. ഓക്കെ, നമ്മൾ ഫെയിൽ ആകുന്ന വരെയാണ് കൺസിഡർ ചെയ്യുന്നത്. അത് ഫെയിൽ ആകുവാണെങ്കിൽ ആണ് നമ്മൾ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഫെയിൽ ആയാലും നമുക്ക് അതിൻ്റെ ആ ഒരു പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് റിവെറ്റ്സിൽ മനസ്സിലാകത്തുള്ളൂ. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈക്വൽ ടു ദ ഫെയിലിയർ ലോഡ് ആയിരിക്കും. ഓക്കെ, ഈക്വൽ ടു ഫെയിലിയർ ലോഡ്. ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ്, റോൾഡ് സ്റ്റീൽ ടി സെക്ഷൻ ആർ യൂസ്ഡ് ആസ് കോളം with flat strip to connect plates in steel rectangular tanks as built up section to resist axial tension. None of this. ഏതാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്? റോൾഡ് സ്റ്റീലിന്. റോൾഡ് സ്റ്റീലിൽ നമ്മുടെ സെക്ഷൻ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ റോൾഡ് സ്റ്റീൽ റഫായിട്ട് വരയ്ക്കുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ടെൻഷൻ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ പിടിച്ച് നിർത്താൻ വേണ്ടി നമുക്ക് ബിൽഡപ്പ് സെക്ഷൻ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതാണ് ആൻസർ. ആസ് എ ബിൽഡപ്പ് സെക്ഷൻ ടു റെസിസ്റ്റ് ആക്സിയൽ ടെൻഷൻ. ഇവിടെ നമ്മൾ ടെൻഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള കപ്പാബിലിറ്റി നമ്മുടെ റോൾഡ് സ്റ്റീൽ അല്ലെങ്കിൽ ടി സെക്ഷൻസ് നമ്മൾ ഉണ്ട്. ഓക്കെ, സോ മോസ്റ്റ് പ്രിസൈസ് ആൻസർ എന്ന് പറഞ്ഞാൽ സി ആണ്. പക്ഷേ ചില ബുക്സിൽ ഈ ഒരു ആൻസറിനെ നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ സി ആണ് എക്സാക്ട് ആൻസർ. അടുത്തത്, ഇഫ് പി ഈസ് ദ ലോഡ് pressure in kg per centimeter square, v is the velocity in kg per hour, k is the constant proportionality, then p is equal to k by v square, v is equal to k by p square, p is equal to kv square, p is equal to kv. അപ്പോൾ p ആണ് പ്രഷർ ഓഫ് വിൻഡ്. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ 0.6 v സ്ക്വയർ ആണ്. ഓക്കെ, 0.6 v സ്ക്വയർ ആണ്. അപ്പോൾ ഇത് നമുക്ക് k ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ k v സ്ക്വയർ. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When the effect of wind or earthquake load is taken into account, the permissible stresses as specified in rivet may be increased by. സോ നമ്മൾ ഓൾറെഡി നോക്കിയ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ എന്താണ് പറഞ്ഞത്? നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് റിവെറ്റ് ആണോ അതോ സ്റ്റീൽ സ്ട്രക്ചർ ആണോ എന്ന് ശ്രദ്ധിക്കേണ്ടത്. സ്റ്റീൽ സ്ട്രക്ചർ ആണെങ്കിൽ 33.3%, റിവെറ്റ് അല്ലെങ്കിൽ മെമ്പർ ആണെങ്കിൽ 25%. ഓക്കെ, സോ ഇതിൽ നമ്മുടെ റിവെറ്റ് ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ 25% ആയിരിക്കും. ഓക്കെ, next question. As per IS specification, which of the following physical properties of structure steel is taken irrespective of the grade? Okay, ഏത് ആണ് നമ്മൾ irrespective of grade എടുക്കുന്നതാണ് ചോദിക്കുന്നത്? യൂണിറ്റ് മാസ് ഓഫ് സ്റ്റീൽ ആണോ, ഓർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണോ, ഓർ പോയ്സൺസ് റേഷ്യോ ആണോ, ഓർ ഓൾ ദ എബവ് ആണോ? നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 3 ഓപ്ഷനും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ സ്റ്റീൽ സെക്ഷനിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ 3 ഓപ്ഷനും കോൺസ്റ്റൻ്റ് ആയിരിക്കും, വേരി ചെയ്യത്തില്ല. ഓക്കെ,
പ്രോപ്പർട്ടീസ് ഓഫ് സ്ട്രക്ചറിനെ നമ്മൾ വേരി ചെയ്യത്തില്ല ഒരിക്കലും. ഗ്രേഡ് വേരി ആണെങ്കിലും നമുക്കിത് വേരി ആകത്തില്ല. ഓക്കെ, സോ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. അതാണ് ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ്, മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റീൽ മെമ്പർ. സ്റ്റീൽ മെമ്പറിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ്സ് ഹൈ സ്ട്രെങ്ത് ആണോ, ഇറ്റ്സ് ഗ്യാസ് ആൻഡ് വാട്ടർ ടൈറ്റ്നസ് ആണോ, ഇറ്റ്സ് ലോങ് സർവീസ് ലൈഫ് ആണോ, ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ് ആണോ? ഓക്കെ, ഹൈ സ്ട്രെങ്ത് ഒബ്വിയസ്ലി നമ്മുടെ അഡ്വാൻറ്റേജ് ആണ്. അതേപോലെ ഗ്യാസ് ആൻഡ് വാട്ടർ ടൈറ്റ്നസ് നമുക്കറിയാം. പമ്പ് നമ്മുടെ പല പല രാജ്യത്തു നിന്ന് നമുക്ക് പമ്പ്സും നമുക്ക് പല റിസോഴ്സസും നമുക്ക് കിട്ടാറുണ്ട് ത്രൂ പമ്പ്സ് അല്ലെങ്കിൽ ത്രൂ ദാറ്റ് മീഡിയം. ഓക്കെ, സോ നമ്മുടെ സ്റ്റീൽ സെക്ഷനാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സെക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗ്യാസ് ട്രാൻസ്പോർട്ട് ചെയ്യാനോ നമ്മൾ സ്റ്റീൽ മെമ്പറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ ടൈറ്റ്നസ്സും ആയിരിക്കണം, പ്ലസ് അതിന് നല്ല ഒരു ഡ്യൂറബിലിറ്റിയും വേണം. ഓക്കെ, സോ ഇറ്റ്സ് ഗ്യാസ് ആൻഡ് വാട്ടർ ടൈറ്റ്നസ്. ഇതും നമ്മുടെ ഹെൽപ്പാണ് ഫോർ ലോങ് ലൈഫ്. നമ്മുടെ പ്രൊജക്റ്റൊക്കെ നമുക്കറിയാം സ്റ്റീൽ സെക്ഷൻ യൂസ് ചെയ്യുന്ന പ്രൊജക്റ്റിന് ലോങ് ലൈഫ് ഡ്യൂറബിലിറ്റി ഉണ്ട്. അപ്പോൾ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. സോ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. Rolled section beams are mainly used to resist bending stress ആണോ, used as an independent section to resist compressive stress ആണോ, used as an independent section to resist tensile stress ആണോ? All the options are correct ആണ്. ഓക്കെ, നമ്മളിതിൽ നോക്കുകയാണെങ്കിൽ റോൾഡ് സെക്ഷൻ മെയിൻലി യൂസ്ഡ് ടു റെസിസ്റ്റ് ബെൻഡിങ് സ്ട്രെസ്, ഇത് കറക്റ്റ് ആണ്. ഓക്കെ, യൂസ്ഡ് ആസ് ഇൻഡിപെൻഡൻറ്റ് സെക്ഷൻ ടു റെസിസ്റ്റ് കംപ്രസീവ് സ്ട്രെസ്, ഇതും കറക്റ്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് സെക്ഷൻ ടു റെസിസ്റ്റ് ടെൻസൈൽ സ്ട്രെസ്, ഇത് അത്ര കറക്റ്റ് അല്ല, ബട്ട് എന്നാലും നമുക്ക് ഒരു 1 in 1000 കേസിൽ നമുക്ക് കൺസിഡർ ചെയ്യാം ഇതും ശരിയാണ്. ഓക്കെ, ബിക്കോസ് ബാക്കി രണ്ട് ഓപ്ഷൻ ശരിയായതുകൊണ്ട് നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ ഇതിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റോൾഡ് സ്റ്റീൽ ആംഗിൾ സെക്ഷൻ ആർ ക്ലാസിഫൈഡ് ആസ് ഈക്വൽ ആംഗിൾ ആണോ, അൺഈക്വൽ ആംഗിൾ ആണോ, ബൾബ് ആംഗിൾ ആണോ, ഓൾ ദ ഓപ്ഷൻസ് ആണോ? റോൾ സെക്ഷൻ നമ്മൾ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? ഓൾ ദ സെക്ഷൻ നമ്മൾ ഈ കാണുന്ന എല്ലാമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഓക്കെ, സോ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പെർമിസിബിൾ സ്ട്രെസ് ടു വിച്ച് എ സ്ട്രക്ചറൽ മെമ്പർ ക്യാൻ ബി സബ്ജക്റ്റഡ് ഈസ് നോൺ ആസ്. സ്ട്രക്ചറൽ മെമ്പർ പെർമിസിബിൾ, നമ്മൾ എന്താണ് കീ പോയിന്റ് എന്ന് പറയുമ്പോൾ പെർമിസിബിൾ സ്ട്രെസ് to which structural member can be subjected to is known as working stress. നമുക്ക് അത് നോക്കാതെ തന്നെ അറിയാം അല്ലേ, നമ്മൾ ഓൾറെഡി നോക്കിയതായിരുന്നു. ഓക്കെ, സോ permissible stress to which structural member can be subjected to is known as working stress. Okay, next, as per IS code on IS rolled steel beam section are classified into 2 സീരീസ് ആണോ, 3 സീരീസ് ആണോ, 4 സീരീസ് ആണോ, 5 സീരീസ് ആണോ? ഓക്കെ, ഇതിൻ്റെ ആൻസർ കോഡൽ വാല്യൂ ആണ് 4 സീരീസ് ആണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബൾബ് ആംഗിൾസ് ആർ യൂസ്ഡ് ഇൻ. ബൾബ് ആംഗിൾസ് ഇതിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോളം ബിൽഡിങ്ങിലാണോ, ബ്രിഡ്ജ് ബിൽഡിങ്ങിലാണോ, ഷിപ്പ് ബിൽഡിങ്ങിലാണോ, വാട്ടർ ടാങ്ക് ബിൽഡിങ്ങിലാണോ? ഓക്കെ, ബൾബ് ആംഗിൾ നമ്മൾ കോഡായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ബൾബ് ആംഗിൾ ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഷിപ്പ് ബിൽഡിങ്ങിലാണ്. ഓക്കെ, നെക്സ്റ്റ്, മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ ഫോർ എ കോളം ഈസ് റെക്ടാങ്കുലർ ആണോ, സോളിഡ് റൗണ്ട് ആണോ, ഫ്ലാറ്റ് സ്ട്രിപ്പ് ആണോ, ട്യൂബുലർ സെക്ഷൻ ആണോ? ഓക്കെ, മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ നമുക്കറിയാം നമ്മുടെ ക്വാണ്ടിറ്റി കുറയ്ക്കും. എക്കണോമിക്കൽ സെക്ഷൻ ആണെങ്കിൽ, ട്യൂബുലർ സെക്ഷൻ ആണെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റി കുറയ്ക്കും പ്ലസ് എക്കണോമിക്കലും ആയിരിക്കും. അപ്പോൾ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ, ട്യൂബുലർ സെക്ഷൻ. നെക്സ്റ്റ്, structural member subjected to tensile force in a direction parallel to its longitudinal axis is generally known as. structural member subjected to tensile force ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ടൈ ആണോ, ടൈ മെമ്പർ ആണോ, ടെൻഷൻ മെമ്പർ ആണോ, ഓൾ ദ എബവ് ആണോ? അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആണ്. ടെൻഷൻ ഫോഴ്സ് അറ്റൈൻ ചെയ്യുന്നത് ഏതിലാണ്? എല്ലാത്തിലും അറ്റൈൻ ചെയ്യും. അപ്പോൾ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. നെക്സ്റ്റ്, വൺ ദാറ്റ് ഹാസ് ലീസ്റ്റ് കാർബൺ കണ്ടന്റ്. ഓൾറെഡി നമ്മൾ നോക്കിയതാണ് അല്ലേ. ഏതിലാണ് ലീസ്റ്റ് കാർബൺ കണ്ടന്റ് ഉള്ളത്? റോട്ട് അയണിലാണോ, കാസ്റ്റ് അയണിലാണോ, മൈൽഡ് സ്റ്റീലിലാണോ, പിഗ് സ്റ്റീലിലാണോ? ഓക്കെ, ഏതിലാണ്? റോട്ട് അയണിലാണ് ലെസ് ദാൻ 0.1% ആണ് നമ്മുടെ കാർബൺ കണ്ടന്റ് ഉള്ളത്. ഓക്കെ, സോ റോട്ട് അയൺ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഓക്കെ, സോ ഇതായിരുന്നു നമുക്ക് നമ്മുടെ ഇന്നത്തെ സെക്ഷൻ. അടുത്ത സെക്ഷൻ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അതുവരെയ്ക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്സ് അലോട്ട്.